അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പൂത്ത് നിന്ന നമ്മുടെ ബോൾസം ചെടി ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു അവസ്ഥ എന്താണ്, അപ്പോൾ നമ്മുടെ ചെടീനെ ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ എല്ലാ കൂട്ടുകാരും ഉണ്ടല്ലോ ജെഫോറി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് എന്താണെന്നറിയാമോ, അതായത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഒത്തിരി നിറഞ്ഞ് പൂക്കൾ നിൽക്കുന്നതായിട്ടല്ലേ എല്ലാവരും കണ്ടിട്ടുള്ളൂ അല്ലേ. അപ്പം ഇന്ന് അതായത് ഈ ചെടികൾ ഫുള്ളും നമ്മൾ ഇവിടുന്ന് മാറ്റാൻ പോവുകയാണ് കേട്ടോ. എന്താ അറിയാമോ, ഇത് ചെടികൾ വല്ലാണ്ട് അങ്ങോട്ട് ഹൈറ്റ് വെച്ച് പോയി. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് മാറ്റി വേറെ സ്ഥലത്തോട്ട് വെച്ചിട്ട് ഇവിടെ നമുക്ക് കുറച്ച് പുതിയ പുതിയ ചെടികളൊക്കെ എടുത്ത് വെച്ച് ഒന്ന് സെറ്റാക്കണം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പരിപാടിയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടല്ലോ, കുറേ പേർക്ക് സംശയമുണ്ട് കേട്ടോ. നമ്മൾ ഈ ചെടികൾ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു സെറ്റ് ചെയ്തേക്കണത് എങ്ങനെയാണെന്ന് അറിയാനായിട്ട് ഒത്തിരി പേർക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഈ ചെടികളൊക്കെ ഇവിടുന്ന് മാറ്റുമ്പം ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കണമെന്നൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് റെഡിയാക്കണം. നമ്മുടെ ചാനലിൽ ഞാനിങ്ങനെ നമ്മുടെ ബോൾസം ചെടീനെ കുറിച്ച് തന്നെ ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്താ പറയുക, ഒരു ഹൈറ്റ് വെച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെടിയിൽ പൂവിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് ഭംഗി കുറവായിരിക്കും എന്ന് പറയാറുണ്ട്. അപ്പം അത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ സംഭവിച്ചേക്കുന്നത്. ഇത് കണ്ടോ, ചെടികൾ നല്ല ഹൈറ്റ് വെച്ചു, പക്ഷേ ഹൈറ്റ് വെച്ചപ്പം അതിൻ്റെ പൂക്കളും കുറഞ്ഞു, ആ നിൽക്കുന്ന ആ ഒരു ഭംഗിയും കുറഞ്ഞു. അപ്പം ഇതാണ് ഞാൻ പറയാറുള്ളത്, നമ്മൾ ഈ ഒരു ചെടീനെ വളർത്തുന്നവർ എപ്പോഴും ഉണ്ടല്ലോ, നമ്മൾ ഇതിനെ വളരുന്നതിനനുസരിച്ച് പുതിയ പുതിയ ഇതിൻ്റെ കട്ടിങ്സ് ഒക്കെ എടുത്ത് മാറ്റി കുത്തിപ്പിടിപ്പിച്ച് പുതിയ പുതിയ ചെടികളാക്കി എടുക്കണം. എന്നാൽ മാത്രമാണ് കേട്ടോ നമുക്ക് പുതിയ നല്ല ഭംഗിയിൽ ചെടികൾ നിൽക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഈ ചെടീനെ നമുക്ക് വളർത്തുമ്പോൾ ഉള്ള ഒരു ചെറിയൊരു പ്രശ്നം അല്ലേ. നമ്മൾ നല്ല പൂക്കളൊക്കെ വേണമെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇനിയുണ്ടല്ലോ, നമുക്ക് ഇവിടെ ഓരോ സൈഡിൽ ഇത് ഫുള്ളും എനിക്ക് എടുത്ത് മാറ്റണം കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഓരോ ചെടികളൊക്കെ എടുത്ത് മാറ്റി നമുക്കിവിടെ വേറെ ചെടികളൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ ഈ ഒരൊറ്റ ദിവസം കൊണ്ടായിരിക്കുമല്ലോ കേട്ടോ എടുക്കുന്നത്. അതായത് നമ്മൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ, അതായത് ഇതിങ്ങനെ എടുത്ത് മാറ്റുന്നത്, പുതിയ ചെടി വെക്കുന്നത്, അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് എടുക്കുന്നത് എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടായിരിക്കും കേട്ടോ നമ്മളൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ വച്ചേക്കണേ നമ്മുടെ ബോൾസം പ്ലാന്റിനെ നമ്മൾ ഫുള്ളായിട്ടും എടുത്ത് മാറ്റാൻ പോകാം കേട്ടോ. അപ്പോൾ ഇതിൽ കണ്ടോ, ചെടികൾ അത്യാവശ്യം വലുതായപ്പം ഫ്ലവറൊക്കെ നന്നേ കുറഞ്ഞു. അപ്പോൾ ഇനി നമുക്കിതൊക്കെ മാറ്റിയിട്ട് പുതിയ കുറച്ച് ചെടികളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ നമ്മുടെ ചെടികൾ വെക്കാനായിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കണത്. ഇതുപോലെ പിന്നെ നമ്മൾ മരത്തിൻ്റെ, അതായത് പലക കഷ്ണമാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ ഇൻഡസ്ട്രി വർക്കൊക്കെ ചെയ്തിട്ട് ചെടികൾ വെക്കുകയാണെങ്കിൽ അടിപൊളിയാണ്, പക്ഷേ ഇപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ ഇങ്ങനെ ചെയ്ത് പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട് കേട്ടോ, നനച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പലക നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒത്തിരി പേർക്ക് സംശയം ഉണ്ടായിരുന്നു നമ്മളെങ്ങനെയാണ് നമ്മുടെ ചെടികൾ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കണേന്ന്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വൃത്തിയായിട്ട് ചെടികൾ എടുത്ത് വെക്കണം. അതുമാത്രമല്ല, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ, ഇടയ്ക്ക് നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നുവെച്ചാൽ വീടിനോട് ഇങ്ങനെ അടുത്തിരിക്കുന്ന സംഭവങ്ങളല്ലേ, അപ്പോൾ എല്ലാവർക്കും പാമ്പുണ്ടാകുമോ എന്നൊക്കെ ഒരു പേടികളൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. നമുക്കിനി ഈ ചെടികളെല്ലാം നമുക്ക് നമ്മുടെ ഈ ഒരു തട്ടയിലോട്ട് കയറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വേറൊരു സൈഡിൽ നമുക്ക് ഇതുപോലെ എന്താ പറയുക, മറ്റേ ചെടി പഴയതാകുമ്പം പുതിയ ചെടികൾ വെക്കാനായിട്ട് ഇങ്ങനെ പിടിപ്പിച്ച് എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് ഇതുപോലെ എടുത്ത് വെച്ച് കുറച്ച് നല്ല വളങ്ങളും കൂടെ കൊടുക്കുമ്പം നല്ല അടിപൊളിയായിട്ട് ചെടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മളിങ്ങനെ ഓരോ ചെടികളും വളരുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ കട്ടിങ്സൊക്കെ മാറ്റി കുത്തിപ്പിടിപ്പിച്ച് വീണ്ടും വീണ്ടും പുതിയ ചെടികളാക്കി ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കണം. ഈ ഒരു ബോൾസം ചെടിയുടെ പ്രത്യേകതയാണത്. നമ്മൾ മറ്റു ചെടികൾ പോലെയല്ല, ഈ ചെടി വളർന്ന് ഒത്തിരി ഹൈറ്റ് വെച്ചാൽ പൂവിടാതെ നിൽക്കുമ്പോൾ യാതൊരു ഭംഗി ഉണ്ടായാലും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഏറ്റവും ഭംഗി കൂടുതൽ ഇതുപോലെ ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്ന ചെടിയിൽ പൂവിട്ട് നിൽക്കുന്നത് കാണാനാണ് ഈ ഒരു ചെടിക്ക് ഭംഗി കൂടുതൽ കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ ഞാനിവിടെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ, എന്നിട്ട് കാണിച്ചു തരാവേ. നമ്മളങ്ങനെ പുതിയ ചെടികളൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ. ഇത് കണ്ടോ, അപ്പോൾ ഇതുപോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ചെടിയിൽ ഫ്ലവറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങനെയുള്ള ചെടികളിലാണ് ഇനി നമ്മൾ നല്ല ഭംഗിയൊക്കെ ആക്കിയിട്ട് പൂക്കളാക്കി എടുക്കുന്നത്. അപ്പം നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ, കുറേ പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇതുപോലെ പൂക്കൾ വരുന്നതെന്നൊക്കെ. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ചെടികൾ നമ്മൾ നട്ട് കൊടുത്തിട്ടാണ് കേട്ടോ. പിന്നീട് നമ്മൾ നല്ല വളങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണ് പൂ വരുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്ത് കൊടുക്കുന്നതെന്ന് അറിയാമോ? ഇതിപ്പോൾ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തേക്കണമെന്നുണ്ടല്ലോ,
അതായത് കുറച്ച് ഹൈറ്റ് കൂടിയത് ഏറ്റവും മുകളിൽ വെച്ച് കൊടുത്തു, അതിനേക്കാളും കുറച്ച് ഹൈറ്റ് കുറഞ്ഞത് രണ്ടാമത്തെ സ്റ്റെപ്പേൽ വെച്ചു, വീണ്ടും കുറച്ചും കൂടെ ഹൈറ്റ് കുറഞ്ഞത് മൂന്നാമത്തെ സ്റ്റെപ്പേൽ വെച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴാണ് ഇത് നമുക്ക് നല്ല കറക്റ്റിൽ നമുക്ക് ആ ഒരു എന്താ പറയുക ഒരു സ്റ്റെപ്പ് വെച്ച് ചെടി വെച്ചതുപോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ കേട്ടോ. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഫ്ലവറൊക്കെ ഉണ്ടായി വരുമ്പോൾ. നമ്മൾ ഏറ്റവും മുകളിൽ വെച്ച തട്ടയിലുണ്ടല്ലോ, അതിലിങ്ങനെ ചില ചെടികൾക്ക് കുറച്ച് ഹൈറ്റ് കൂടുതൽ, ചിലത് കുറച്ച് ചെറുതായിട്ടാട്ടോ നിൽക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഇതുപോലെ ഇങ്ങനെ ഈ ഹൈറ്റ് വെച്ചേക്കണ ചെടിയുണ്ടല്ലോ, ഇങ്ങനെ കാണുന്ന ചെടികൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മറ്റുള്ള ചെടികളുടെ ഒപ്പാക്കി കൊടുക്കുക. അപ്പം ഇതിങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് നട്ട് കൊടുക്കാം. അപ്പം ഇതുപോലെ നമ്മളങ്ങനെയും കൂടെ കട്ട് ചെയ്ത് കൊടുത്താൽ ബാക്കി ഒരേ ഹൈറ്റിൽ നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ കിട്ടുന്ന കട്ടിങ്സ് നമുക്ക് നട്ട് പുതിയ ചെടി ആക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എല്ലാം നമ്മളിങ്ങനെ ഹൈറ്റ് ഇങ്ങനെ കൂടുതലുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെടികളൊക്കെ നമ്മൾ സെറ്റാക്കി ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതുണ്ടല്ലോ, അത്യാവശ്യം നമ്മൾ നല്ല വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, നിറച്ച് മുട്ടുകളൊക്കെ ഇടാനായിട്ടുള്ള ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം ഇതുപോലെയൊക്കെയാണ് കേട്ടോ നമ്മുടെ ചെടികൾ നമ്മളിങ്ങനെ വളർത്തിയെടുത്ത് നല്ല ഭംഗിയുള്ള നിറച്ച് പൂക്കൾ തരുന്ന ചെടികളാക്കി എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കൂട്ടുകാരും ഉണ്ടല്ലോ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് കമൻറ്റ് ഒക്കെ തരാനും ആരും മറക്കരുത്.